ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു സ്പെഷ്യൽ നൂഡിൽസാണ്. നമ്മൾ സാധാരണ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കർ മാത്രം വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു നൂഡിൽസ് അല്ല. നമ്മുടെ ഒരു ഇന്ത്യൻ മസാലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിൽ ആ ഒരു ശൈലിയിലാണ് നമ്മളിതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 1/2 ടീസ്പൂണോളമുള്ള വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. 1/2 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു അല്ലി അത്യാവശ്യം മീഡിയം വലുപ്പമുള്ള ഒരു അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂണോളമുള്ള സവോളയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് ഇതിൻ്റെ ഒരു മിനിറ്റോളം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ നൂഡിൽസിനകത്ത് കഴിക്കാൻ ആഗ്രഹമുള്ള ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളമുള്ള ബീൻസും 2 ടേബിൾ സ്പൂണോളമുള്ള ക്യാരറ്റും ഒരു പച്ചമുളക് എരിവിന്, നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എങ്കിൽ പോലും ഞാനൊരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാബേജ് ഒക്കെ ചേർക്കണം, ഗ്രീൻ പീസ് ഒക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഒത്തിരി ഒന്നും ചേർക്കണ്ട. കാരണം നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറിനകത്തും അല്ലെങ്കിൽ നൂഡിൽസിനകത്ത് തന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് പച്ചക്കറികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്നും കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇവിടെ പച്ചക്കറികളൊക്കെ ഒരുവിധം 1 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക്, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ വേണ്ട, അതിന് തൊട്ട് താഴെ നിൽക്കുന്ന അളവിൽ മല്ലിപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ മാഗിയുടെ പാക്കറ്റിനകത്ത് കിട്ടുന്ന ടേസ്റ്റ് മേക്കറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇപ്പോൾ ചിലവർ അതൊന്നും യൂസ് ചെയ്യില്ല ടേസ്റ്റ് മേക്കർ. അങ്ങനെയുള്ളവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി മാത്രം മതിയാവും. പിന്നെ ഈ ഒരു മസാലപ്പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം ലോവിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ എടുക്കുന്ന നൂഡിൽസിൻ്റെ പാക്കറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണമാണ്. അപ്പോൾ ഒരെണ്ണത്തിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചേർക്കുന്നത്. നിങ്ങൾ കൂടുതൽ നൂഡിൽസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മെഷർമെൻറ്റിന് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊക്കെ മസാലയുടെ പച്ചമണക്കം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പോളം ഉള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഒരു നൂഡിൽസിന് 1 കപ്പ് വെള്ളം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് നൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് നമ്മൾ ഒരു 1-1.5 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്യാവശ്യമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ വെള്ളമൊക്കെ സൈഡിലൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു പാക്കറ്റ് നൂഡിൽസ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ നൂഡിൽസ് ഒന്ന് വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു കപ്പ് വെള്ളം മതിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ഒരു നൂഡിൽസ് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പേ കറക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാലും നൂഡിൽസിന് വേവ് കൂടിപ്പോവും. അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെള്ളം ഒഴിക്കുക. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നൂഡിൽസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒത്തിരി ഉടഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല. പിന്നെ വെള്ളം കണ്ടോ, വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഡ്രൈ ആയിട്ട് എടുക്കണ്ട. ഇച്ചിരി ഒരു വെള്ളം ഇരുന്നാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു സൂപ്പ് പോലെ നമുക്ക് കഴിക്കാനും ഒരു തീരെ ഡ്രൈ ആയി പോകത്തില്ലല്ലോ. അപ്പോൾ അതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള എള്ളാണ്, വെളുത്തിട്ടുള്ള എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഇടയ്ക്ക് ഇതിനകത്തുനിന്ന് നൂഡിൽസിനകത്തുനിന്ന് ഈ എള്ള് കടിക്കാൻ കിട്ടുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്.
അപ്പോൾ നൂഡിൽസ് ഇവിടെ സെർവിങ് പ്ലേറ്റിൽ റെഡിയാണ്. ഞാനിനി ഇതിൻ്റെ കൂടെ നമ്മളിതുവരെ മുട്ട ഇതിനകത്ത് ചേർത്തിട്ടില്ലായിരുന്നു. മുട്ട ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതും കൂടെ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുള്ള അതേ പ്ലേറ്റിൽ തന്നെ ഒരു 1/4 ടീസ്പൂണോളമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ എണ്ണ ഒന്ന് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്, ഇങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പച്ചക്കറികളൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുത്തിപ്പൊരിച്ചൊന്ന് ചേർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ചേർത്ത് ഞാനിതൊരു കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ലഞ്ച് ആയിട്ടാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ചോറിനൊക്കെ കഴിക്കുന്നത് പോലെയുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കഴിക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബുൾസൈ പോലെ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ എന്താണെങ്കിലും ഇതിലല്പം ഉപ്പൊക്കെ ഇട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കഴിച്ചില്ല എന്ന് വരും. അപ്പോൾ നമുക്കതിലത്തെ ഒരു മുട്ടയുടെ മഞ്ഞഭാഗമൊക്കെ അങ്ങനെ പച്ചക്ക് അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വേവാതിരിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ മഞ്ഞഭാഗമൊക്കെ വേവിച്ചിട്ടുണ്ട് തിരിച്ചിട്ടിട്ട്. ഇനി ഞാൻ ഈ പ്ലേറ്റിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ സ്വല്പം മല്ലിയില ഞാൻ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് നൂഡിൽസിലൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ അല്പം കൂടെ വെളുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ വയറൊക്കെ ഒത്തിരി അങ്ങ് ഫില്ലാവും. പിന്നെ ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നൂഡിൽസ് ട്രൈ ചെയ്യുക. ഇതേ ഒരു പ്രോസസ്സ് തന്നെയാണ്. വീട്ടിലുണ്ടാക്കുന്ന നൂഡിൽസിൻ്റെ റെസിപ്പി ഞാൻ മുന്നിട്ടിട്ടുണ്ട്. റവ കൊണ്ട് ഉണ്ടാക്കുന്നതും ഗോതമ്പ് പൊടി കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന നൂഡിൽസ്. അപ്പോൾ ഒത്തിരി ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ളവർക്ക് ആ ഒരു വീഡിയോ ഒക്കെ പോയി കാണും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റിലാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.